ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സേമിയ വെച്ചൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് സേമിയ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് റേസിൻസും കാഷ്യൂസും ഇട്ട ശേഷം നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അതൊന്ന് വറുത്തെടുക്കുക. വറുത്ത ശേഷം അതൊന്ന് കോരി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ സെയിം പാനിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി വറുത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം വറുക്കാത്ത സേമിയയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കുക. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് സേമിയ എടുത്തതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം നമുക്ക് അതൊന്നെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ വെള്ളം ചൂടാക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2.5 കപ്പ് വെള്ളം വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാല് 1.5 കപ്പോളം പാലും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും വെള്ളവും നന്നായിട്ട് തിളയ്ക്കുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം വേണം നമ്മൾ വറുത്ത് വെച്ച സേമിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ വറുത്ത് വെച്ച സേമിയോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്കൊരിത്തിരി ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പിട്ട ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാലിലും വെള്ളത്തിലും സേമിയോ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം സേമിയൊക്കെ വെന്തിട്ടുണ്ടാവും. നല്ല കുറുകിയ പാകത്തിന് നമുക്ക് കിട്ടും, ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഈ കേസരിയിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഒരു നുള്ളെടുത്ത ശേഷം പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതുപോലെ ഒരു 2 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാനിൽ അത് വിട്ട് വരുന്നൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച കാഷ്യൂസും അതുപോലെ റൈസിൻസും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ ടിഫിനാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് നെയ്യ് ഒഴിച്ച ശേഷം ഒന്ന് എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേസരി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി സെറ്റ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് റേസിൻസും കാഷ്യൂസും ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സേമിയ കേസരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും തണുക്കാൻ വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും നന്നാവുക. നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ സേമിയ വെച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.